ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനും വൈകക്കുട്ടിയും കൂടെ ഒരു കുട്ടി സ്റ്റേഷനറി ഷോപ്പിങ്ങിന് പോവാണേ. കുട്ടി എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് ഇവിടെ ജർമ്മനിയിൽ ബവേരിയയിൽ അടുത്ത ആഴ്ച ജർമ്മൻ സ്കൂളൊക്കെ തുറക്കുവാണേ. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് ഒരാഴ്ച മുന്നേ സ്കൂളിൽ നിന്ന് സ്റ്റേഷനറിയുടെ ലിസ്റ്റ് തരും. ഓരോ ക്ലാസ്സിനനുസരിച്ച് സ്റ്റേഷനറീസിൻ്റെ ഒരു ലോങ് ലിസ്റ്റ് അവർ നമുക്ക് ഇമെയിൽ അയക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ലിസ്റ്റ് അനുസരിച്ചിട്ട് സാധനങ്ങളൊക്കെ മേടിച്ച് റെഡിയാക്കി വെക്കണം. ബാക്ക് ടു സ്കൂളിന് വേണ്ടിയിട്ടെല്ലാം സെറ്റാക്കി നമ്മൾ വെക്കണം. അപ്പം ഇന്ന് ഫ്രൈഡേ ആണ്, 12th സെപ്റ്റംബർ. ഇവരുടെ സ്കൂള് തുറക്കുന്നത് 16th അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് മുല്ലർ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അവിടെ നിന്നാണ് ഈ സ്റ്റേഷനറീസൊക്കെ മേടിക്കുന്നത്. ഏത് ബുക്ക് ഇങ്ങനെ സ്റ്റേഷനറി ഷോപ്പിൽ പോയാലും കിട്ടും കേട്ടോ. പക്ഷേ ഞങ്ങൾ ഇവിടെ അതന്നെ ഇവിടെ എല്ലാവരും മോസ്റ്റ്ലി മുല്ലർ എന്നൊക്കെയാണ് മേടിക്കുന്നത്. എൽവാങ്കർ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. എല്ലാ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങളെല്ലാം അവിടെ മേടിക്കാൻ കിട്ടും. അപ്പം ഞാനും വൈകക്കുട്ടിയും കൂടെ മേടിച്ചിട്ടാണ്. നാളെ സാറ്റർഡേ 13th സെപ്റ്റംബർ ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്. അതിൻ്റെ വീഡിയോ ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങൾ സ്റ്റേഷനറി മേടിക്കാൻ പോകുന്നതിൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. 5 അല്ല, ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് നടക്കാനുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ. വീട്ടിനുള്ളിൽ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ ജാക്കറ്റും ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു. നല്ല സ്വെറ്റ് ഷർട്ടൊക്കെ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിൽ, മുഖത്തോട്ട് വെയിലടിക്കുന്നു. എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് മുല്ലറിലെത്തിയിട്ട് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എൻ്റെ കഴിഞ്ഞ 2 വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കേട്ടോ. ഷെയർ ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഫീഡ്ബാക്കൊക്കെ ഉണ്ടെങ്കിൽ പറയണം. അത്രയൊക്കെ തന്നെ. അപ്പോൾ ഞങ്ങൾ കടയിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. ആദ്യമേ പോകുന്ന കടയാണ് എൽവാങ്കർ. ഇവിടാണ് നമുക്ക് എന്താണ് ബാക്ക് പാക്ക് ഒക്കെ കിട്ടുന്നത്. ടോയ്സ് ഒന്നും നമ്മൾ മേടിക്കത്തില്ല വൈകക്കുട്ടി. യെസ്, നമ്മൾ ബാഗ് മാത്രമേ മേടിക്കത്തുള്ളൂ. യെസ്, ബാഗ് മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ അവൾക്ക് ബാഗ് വേണം. ഈ ബാഗ് കൊള്ളാം. Entschuldigung, gibt es so Federweißkinder? Nee, das ist alles ohne, das muss man dann extra kaufen. Gibt es aber alles passend. ഏതാ വൈക ഫൈനലൈസ് ചെയ്ത ബാഗ്? So this one, if they have it, for ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. 100 യൂറോയിൽ കുറവുള്ളതൊന്നുമില്ല ഗൈസ്. ഇതാണ് അവൾക്ക് ഫൈനലി ഇഷ്ടപ്പെട്ട ബാഗ്. ഇനി ഇതിനകത്ത് അവളുടെ ഫയലും ഫോൾഡേഴ്സും ഒക്കെ വരണം. ഇത് എൻ്റെ പെൻസിൽ കേസും മേടിച്ചു വൈകക്കുട്ടി. ഇനി ഇത്ര ക്ലോസ്. വൈകക്കുട്ടി അങ്ങനെ ബാഗൊക്കെ മേടിച്ചു. ഇനിയൊരു 12th കഴിയുന്ന വരെ പുതിയ ബാഗ് വേണമെന്ന് നീ പറയരുത് കേട്ടോ. വൈക 12th സ്റ്റാൻഡേർഡ് വരെ നിനക്കുള്ള ബാഗാണ്. ആ കാണുന്നതാണ് റപ്പൻസലിൻ്റെ പാലസ് എന്ന് പറയും, പക്ഷെ നമുക്കറിയില്ല. മുന്നിൽ വൈകക്കുട്ടിയുടെ ബാഗ് കാണിക്കാം. അവൾ ഇപ്പോഴേ സ്കൂളിൽ പോകുന്ന കൂട്ടാട്ടോ. സ്കൂളിൽ പോകാൻ ഇനി 2-3 ദിവസമുണ്ട്. ഫുൾ സെറ്റായിട്ടാണ്. പുതിയ സ്കൂൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. അപ്പോൾ അവൾ സൈക്കിളിലായിരിക്കും പോകുന്നത്. പുതിയ സൈക്കിളും മേടിച്ചിട്ടുണ്ട്. വൈകക്കുട്ടിയുടെ നമ്മളിപ്പോൾ മുല്ലറിലോട്ടാണ് പോകുന്നത്. മുല്ലറിൽ ബാക്കി സ്റ്റേഷനറികൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അല്ലേ? you don't even have to hold it. It is just holding by this. പഠിച്ചാൽ മതി. Can I get this one? It has 2 pencils, eraser, and നിനക്കിത് നിന്റെ സ്റ്റേഷനറി ലിസ്റ്റിലല്ലോ. സ്റ്റേഷനറി ലിസ്റ്റ് എടുക്കാം. ആ സ്റ്റേഷനറി ലിസ്റ്റ് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഈ ലോങ് ലിസ്റ്റ് കാണുന്ന എല്ലാം മേടിക്കണ്ട. യു ഓൾറെഡി ഹാവ് എ ഫ്യൂ ഓഫ് ഇറ്റ് അറ്റ് ഹോം. ഇത് ഈ പെൻസിലൊന്നും കൊള്ളൂല. let me go get the card. ആ കാർഡ് എടുത്ത് Plop it in. ഇങ്ങനെ ഓരോ ബുക്കിനും നമ്പേഴ്സ് ഉണ്ട് ഗൈസ്. ഈ നമ്പർ അനുസരിച്ചാണ് നമ്മൾ ബുക്ക് എടുക്കേണ്ടത്. ആ 2 ബുക്ക് നമ്മൾ എടുത്തു. പിന്നെ ബയോയ്ക്ക് വേണ്ടിയിട്ട് 28 നമ്പറിന്റെ ഒരു ബുക്ക് എടുക്കുക. ഒരു 28 നമ്പറിന്റെ ഒരു ബുക്ക് എടുത്തു ഗൈസ്. ഇങ്ങോട്ട് വെക്കാം.
20 കണ്ടോ, അത് തലയും തിരിച്ച് വെച്ചേക്കുന്ന കൊണ്ടാ. ഇത് ഓരോ നമ്പർ അനുസരിച്ചാണ് നമ്മൾ മേടിക്കേണ്ടത്. 20. അപ്പൊ അത് കഴിഞ്ഞു, ഇത് ഈ പേജിന്റെ കഴിഞ്ഞു. ഇനി എന്താ വേണ്ടിയ? Before we go, let's check everything one more time before we... I know it. I mean, it's Schnellhefter. Schnellhefter is this. ഫയലുകൾ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഈ കാണുന്ന ഒക്കെ ഫയലുകളാ. ഇതിന്റെ പല കളറിലെ ഓരോ സബ്ജക്റ്റിനായിട്ട് അവർക്ക് ഫയൽ മേടിക്കണം. ഇങ്ങനെ കനം കുറഞ്ഞ. പിന്നെ കുറെ ഫയൽസ് ഒക്കെ കഴിഞ്ഞ വർഷത്തൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ മാർക്കർ, ഹൈലൈറ്റർ, സ്റ്റിക്കി നോട്ട്സ്, പെർമനന്റ് മാർക്കേഴ്സ്, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ എല്ലാത്തിനും നല്ല വിലയാണ് ഗൈസ്. Now we need book covers and pencils. ബുക്ക് കവർ മേടിക്കാം. ഓക്കെ, എന്നാ പോക്കോ. അതല്ല റെഡ്, ഇത് ബുക്കിലിടുന്ന കവറല്ല, അത് ബുക്കിലിട്ട് നോക്ക് പറ്റുന്നോന്ന്. ഇത് എത്ര വേണം? 2 എണ്ണം വേണം. ലൈറ്റ് ഗ്രീൻ 2 എണ്ണം, ലൈറ്റ് ഗ്രീൻ. ഇവിടെ നമ്മുടെ നാട്ടിലെ കൂട്ട് ബ്രൗൺ കവറൊക്കെ മേടിച്ചിട്ട് ബുക്ക് പൊതിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഓൾറെഡി പല കളർ സബ്ജക്റ്റ് അനുസരിച്ച് അവർക്ക് ഒരു ലൈക്ക് ഇംഗ്ലീഷിന് ഇപ്പം കണ്ടില്ലേ ഗ്രീൻ, അപ്പൊ ഗ്രീൻ ഇങ്ങനെ നമ്മൾ നോട്ട്ബുക്ക് ഇവിടെ ഗ്രീനാണ് എഴുതിയേക്കുന്നത്, ഹെൽ ഗ്രീൻ. അപ്പൊ അവിടെ ഗ്രീൻ കളറിൽ നമ്മൾ നമ്പർ, ഇപ്പൊ ഈ ഗ്രീൻ ഇംഗ്ലീഷ് ഗ്രീനിൽ നോട്ട്ബുക്ക് നമ്പർ 25 എന്ന് എഴുതിയിട്ടില്ലേ, അപ്പം അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ബുക്കിന്റെ കവറാണ്. ആ 25 നമ്പർ ബുക്കിന് ഇടാൻ പറ്റിയ കവറാണിത്. ഇതൊന്ന് എടുത്ത് കാണിക്കുന്നു, ആണല്ലോ. ഇത് ആ ബുക്കിന് നമുക്കിങ്ങനെ കവറായിട്ട് ഇടാം. എല്ലാം റെഡി ടു യൂസ് ആണ്. പണ്ടത്തെ കൂട്ട് ബ്രൗൺ പേപ്പറൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നെയിം സ്റ്റിക്കറൊക്കെ ഓൾറെഡി ഇതിലുണ്ട്. ഈ ലിസ്റ്റിൽ കാണുന്ന സാധനങ്ങളെല്ലാം നമ്മൾ മേടിച്ചു. Yes, almost. This one, yes. This one, no. കുറെ ലിസ്റ്റ് ഉണ്ട് ഗൈസ്. ഇതെല്ലാം മേടിക്കുന്ന ഉത്സാഹം പഠിക്കാൻ കണ്ടാ മതിയായിരുന്നു. ഇതാണ് ജോമെട്രി ബോക്സിന്റെ. This one, I got it first. ഇന്ന് എന്താ പറയുന്നത്? Geodreieck. Geodreieck. This is plastic. ഞങ്ങൾ ഇതിന് ഡി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയുടെ സ്കൂൾ ടൈമിൽ. ഡി. ആ, പിന്നെ ഷിഫ്റ്റ് എന്തോ പെൻസിലാണോ? Pencils, like color pencils. I have. ഇത് കളയരുത്, ഞാൻ പിന്നെ വേറെ മേടിച്ചു തരില്ല. 11 യൂറോ എന്റെ കുഞ്ഞിന്. One of this, because like this one you can also erase pen. എല്ലാ തരത്തിലും. ശരി, Oh, this is so cute. See? നീ ആവശ്യമുള്ള പെൻസിൽ എടുക്കും കുഞ്ഞെ. ഒരു 2 പെൻസിൽ എടുക്കും ഏതെങ്കിലും. അതിന്റെ ആവശ്യമുള്ളൂ. ഇപ്പൊ പെന്നിന്റെ ഒക്കെ വില നോക്ക് ഗൈസ്, 10 യൂറോ ഒക്കെ. But this is like titaniums, yes. വേണോ വേണ്ട എന്നല്ല, എടുത്തിട്. അതിന്റെ യൂറോ നോക്കൂ, 1 യൂറോ അതിന്. നീ ആ എടുത്ത ഫയലിന് 2.29 യൂറോസ് ആണ്. വൈക ഇരുന്നും കിടന്നും നടന്നും എല്ലാ ബുക്സും ഒക്കെ എടുക്കുക. ഈശ്വര, പഠിച്ചാൽ മതിയായിരുന്നു. എനിക്കിപ്പോൾ ടെൻഷൻ ആവുന്നു. വൈക 5th സ്റ്റാൻഡേർഡിൽ പോകുന്നത് ഗിംനാസിയത്തിലാണ്. അപ്പോൾ 4th ഗ്രേഡിൽ അവൾക്ക് നല്ല മാർക്ക് ഉണ്ടായത് കൊണ്ടാണ് 5th ഗിംനാസിയം കിട്ടിയത്. പക്ഷെ 5th സ്റ്റാൻഡേർഡിൽ ഗിംനാസിയത്തിൽ സർവൈവ് ചെയ്യണമെങ്കിൽ വൈകക്കുട്ടി നന്നായിട്ട് എല്ലാത്തിനും മാർക്ക് മേടിക്കണം. ഇല്ലെങ്കിൽ അവർ തിരിച്ച് റിയാൽ സ്കൂളിൽ അല്ലെങ്കിൽ മിഡിൽ സ്കൂളിൽ വിടും. വൈകക്കുട്ടി വന്ന് സ്റ്റേഷനറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അവൾക്കൊരു പേസ്ട്രി കഴിക്കണം അത്ര. ഇതെന്ത് പേസ്ട്രി ഉണ്ണി? സ്ട്രോബെറി. ഞാൻ കഴിക്കുന്ന സപ്ലൈസ് ഒക്കെ മേടിച്ചിട്ട് നമ്മൾ പോവാണ് ബാക്ക് ടു സ്കൂൾ. ചൊവ്വാഴ്ച വൈകക്കുട്ടിയുടെ സ്കൂൾ തുറക്കുകയാണ് 16th. കുറേ പഠിക്കാനുണ്ട്, കുറേ ബുക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം പഠിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. പഠിക്കാൻ വൈകക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ സാധനങ്ങളെല്ലാം മേടിക്കാനേ, സ്കൂൾ സപ്ലൈസ് മേടിക്കാൻ. ഇതെല്ലാം മേടിച്ച് സ്കൂളിൽ പോയിട്ടിരുന്ന് പഠിച്ചാൽ മതി. ഈ എക്സൈറ്റ്മെന്റ് എപ്പോഴും കാണണം, അല്ലേ വൈക? ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതെല്ലാം ഒന്ന് ടാലി ചെയ്ത് നോക്കണം. നമുക്ക് തന്ന ലിസ്റ്റ് അനുസരിച്ച് എല്ലാം മേടിച്ചോന്ന്. ഓൾറെഡി കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ മിസ് ചെയ്തു. നാളെ വൈകക്കുട്ടി വന്നിട്ട് മേടിക്കും. നാളെ സാറ്റർഡേ ഇവിടെ കടകളൊക്കെ ഉണ്ട്. തിരക്കായി ഒരു കിതപ്പ്. കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് കണ്ടോ. ഇതെല്ലാം നല്ല വെയിറ്റ് ഉണ്ട്. അവളുടെ ബാഗിന് വെയിറ്റ് ഒന്നും ഇല്ല, അത് ഖാലിയാ, എംറ്റി ബാഗാണ് കേട്ടോ, വെറുതെ ഷോ ഓഫാ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഹൈപ്പും ചെയ്യണം. എന്ത് ചെയ്യണം വൈക? ഹൈപ്പ് ചെയ്യണം. നോക്കിയിട്ട് ഇതിന് 24 യൂറോ ആണ് ഈ കേസിന്. നമ്മുടെ നാട്ടിലെ 2400 രൂപ. ഞാൻ നാട്ടിൽ പോയിട്ട് വന്നേ കൊണ്ടാന്ന് തോന്നുന്നു
എന്ത് മേടിക്കുന്നെങ്കിലും ഞാൻ ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തല പുകഞ്ഞിരിക്കുകയാണ്. അക്കൗണ്ട്സ് ഒന്നും ടാലി ആവുന്നില്ല. ഈ ബാഗ് നമ്മൾ മേടിച്ചതിന് 138 യൂറോസാണ്. നമ്മുടെ നാട്ടിലെ ഒരു 13,000 രൂപ എന്തെങ്കിലും വരും ഈ ബാഗിന്. ഈശ്വര, ഞാൻ 13,000 രൂപയ്ക്ക് എൻ്റെ ലൈഫ് ലോങ് ഇത്രയും നാളായിട്ട് ഞാൻ ഒരു ബാഗ്സ് മേടിച്ചിട്ടില്ല. ആകെപ്പാടെ 1-2 ബാഗായിരുന്നു, അതും ആരണ്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഞങ്ങൾ ഇത് ടാലി ചെയ്യട്ടെ. ഇത് കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ടാലി ചെയ്ത് ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങൾ നാളെ പോയി മേടിക്കണം. നാളെ സാറ്റർഡേ 13th സെപ്റ്റംബർ ആണ്. മൺഡേ ഉണ്ട് നമുക്ക് സമയം പോയി മേടിക്കാൻ. പക്ഷെ എല്ലാവരും തിരക്കാവുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ കഴിയും. മോസ്റ്റ്ലി എല്ലാം മേടിച്ചു. ഒരു ടെക്സ്റ്റ് ബുക്കും കൂടെ ഉള്ളൂ നമുക്ക് മേടിക്കാൻ. അത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടാ വന്നേ. പിന്നെ 1-2 സാധനങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ നമ്മുടെ വാട്ടർ കളേഴ്സും പിന്നെ സ്ക്രാച്ച് ബുക്കും അങ്ങനത്തെ സാധനങ്ങളും. അത് നാളെ വൈകിട്ടും ചൊവ്വാഴ്ച ജർമ്മൻ സ്കൂൾസ് ഇവിടെ തുറക്കുവാണ്. ബവേരിയ, ഞങ്ങളുടെ സ്റ്റേറ്റ് ബവേരിയ ആണ്. ഇവിടെ ചൊവ്വാഴ്ചയാണ് തുറക്കുന്നത്. അപ്പം അതിന് മുന്നേ സ്കൂളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഇമെയിൽ ആയിട്ട് അയച്ചു തരും. ഓരോ ക്ലാസിന്റെയും ഡീറ്റെയിൽസ്, അവർ എന്തൊക്കെ മേടിക്കണം അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റ് അനുസരിച്ചായിരിക്കും എല്ലാ സ്റ്റുഡൻസും അവർക്ക് സാധനങ്ങൾ മേടിക്കേണ്ടത്. നോട്ട്ബുക്ക് നമ്മൾ മേടിക്കണം. ടെക്സ്റ്റ് ബുക്ക് ഒക്കെ സ്കൂളിൽ നിന്നാണ് കൊടുക്കുന്നത്. 1-2 ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പുറത്തുനിന്ന് മേടിക്കാനുള്ളത് കാണും. അപ്പൊ അത് ലിസ്റ്റാണ്. ജർമ്മൻ സ്കൂൾസ് ഫ്രീ ആണ്, എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, ഫീസ് ഒന്നും കൊടുക്കണ്ട. നമുക്ക് ഇങ്ങനെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ സ്റ്റേഷനറികളൊക്കെ മേടിക്കാനായിട്ടുള്ള ചെലവേ ഉള്ളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് മാത്രം ചില സമയത്ത് നമുക്ക് മേടിക്കേണ്ടി വരും. നോട്ട്ബുക്സ് മോസ്റ്റ്ലി സ്കൂളിൽ നിന്നാണ് കൊടുക്കാറുള്ളത്. 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ നോട്ട്ബുക്സ് ഒക്കെ വൈകിക്കുട്ടിക്ക് ഗ്രൂൺഷൂളിൽ നിന്ന് ഫ്രീ ആയിരുന്നു. പക്ഷെ ഇപ്പം ഗിംനാസിയത്തിൽ എനിക്ക് തോന്നുന്നു അവര് ആദ്യമായിട്ടാണ് ഞങ്ങൾ നോട്ട്ബുക്സ് ഒക്കെ മേടിച്ചത്. എനിവേസ്, സ്കൂൾ സിസ്റ്റത്തിന്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് ഷെയർ ചെയ്യാം. വൈകക്കുട്ടി ഇപ്പം ഗിംനാസിയത്തിലോട്ടാ പോകാൻ പോകുന്നത്, ഗ്രേഡ് 5. അപ്പം ഗ്രേഡ് 5-ലേക്കുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ബാക്കി പുതിയ വിശേഷങ്ങളായിട്ട് പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവരും നന്നായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ.